എന്റെ റോട്ടമായി യുദ്ധം നടക്കുന്ന അവിടെ. ഈ പക്ഷി നമ്മളെ കൊണ്ടുപോകണം ഇങ്ങോട്ടാ. പക്ഷിപ്പനി ഒന്ന് റിലേ പോയെന്നാണ് തോന്നുന്നത്. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, വലിക്കുമ്പോൾ 100, തെയ്യുമ്പോൾ 1000. ഞാൻ മുതുകാട സാമ്പ്രായൊന്നും അല്ല. ആകെ ഉണക്കോ രമ്പും ഉണ്ട്, തുരുമ്പെടുത്തൊരു വില്ലും ഉണ്ട്. എടി ഞാൻ വാഴയല്ല കൊലയ്ക്കാൻ. അതല്ല വില്ല് കൊലയ്ക്കാൻ. എവിടെ നിന്ന് എടുത്തിട്ട് കൊലയ്ക്കാൻ? നീ ഇത് തൊലയ്ക്കാതിരുന്നാൽ അമ്പ് കൊലയ്ക്കാൻ നീ എന്നെ പഠിപ്പിക്കണാടി. ഇത് ഞാൻ കുറെ കണ്ടത് തന്നെ. ഞാൻ നിന്നെ പോലെയല്ല, കണ്ണും പിടിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ അടിച്ചിട്ട് തരാം. തലതിരിഞ്ഞ നിന്റെ അമ്മായിയപ്പൻ. എന്റെ അമ്മായിയപ്പൻ നിങ്ങൾ അച്ഛനല്ലേ? ശരിയാണല്ലോ, എന്റെ അച്ഛനാണല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞ അമ്പം വില്ലും തല തിരിച്ച് പിടിച്ചേക്കെന്നാ. ഇപ്പൊ എനിക്കിട്ട് തന്നെ കൊണ്ടനാ. ഓ, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അയ്യോ, എങ്ങോട്ട് കൊണ്ടുപോണാന്തോ? ഈ ഭ്രാന്ത് പിടിച്ച കിളിയുടെ പുറത്തേക്ക് കയറി പോയി കഴിഞ്ഞാണ്ടല്ല, അവരെല്ലാം യുദ്ധം കഴിഞ്ഞ് അവരവരെ വീടുകളിൽ ചെന്ന് കിടന്ന് ഉറങ്ങും. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ദേ ഒരു കിളി വരുന്നുണ്ട്, ഞാൻ അതിൽ ചാടിക്കയറാൻ പോവുകയാണ്. അമ്മോ, എന്റെ നടുവൊടിഞ്ഞേ. അയ്യോ, എന്റെ അമ്മേ. ഏതാ സ്ഥലം? ഏതാറും അവതാർ മുക്കല്ല. അവതാർ മുഖമുള്ള ഒന്നിനെ കാണാനുമില്ലല്ലോ. ഏമേ, ഞാൻ ഒറ്റപ്പെട്ടു പോവോ? പരിചയ സ്ഥലത്ത് ഞാൻ എന്ത് ജോലി ചെയ്ത് ഞാൻ ജീവിക്കും? ഒരു കാര്യം ചെയ്യാം, ഇതിനെ തിരിച്ചു വെച്ച് ബില്ലടിച്ചാൻ പാട്ടെങ്കിലും പാടി ഞാൻ ജീവിക്കും. ഇതേതാ ഇത് അവതാരം? എന്റെ ദൈവമേ, നീ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യാൻ. ഇതിൽ ഏത് ലോകമാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസമാനത്തിലൂടെ ജീവിക്കാന്ന് വിചാരിച്ചതാ. എന്നെ ശല്യം ചെയ്യരുത്. നരകം. എടി, നീ ഉള്ള സ്ഥലം എനിക്ക് നരകമല്ലേ? പച്ച വെള്ളം പോലും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. വല്ലതും കിട്ടുമെന്ന് നോക്കാം. അലമ്പൊന്നും കാണിക്കരുത്. മര്യാദക്ക് വന്നോണം. നമ്മളെ കിളി എവിടെ?
രണ്ട് നീല തവള ചാടി പോകുന്നുണ്ട്. ഇതേതാ ഉപകാരങ്ങള്? ഇവിടെ ശരിയാണ്, നമുക്ക് പോവാം. എന്തോട് ഓടി എന്തോ? ഇത് നമ്മൾ വന്ന് പെട്ടത് കാഴ്ച ബംഗ്ലാവിലാണോ? എന്തോ അല്ല അതുപോലെ പല രൂപത്തിലുള്ള ജീവികളല്ലേ? അല്ല അതുപോലത്തെ മൃഗങ്ങളെ പോലെ ഇരിക്കുന്നു. എന്താ ഇത്? ഇത് നമ്മളെ ലോകത്തെ അല്ലല്ലത്. ശരിയാ. കണ്ടിട്ട് നമ്മൾ മൃഗശാലയിൽ വന്നെന്നാണ് തോന്നുന്നത്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലത്തൊരു ജീവി. അതെ അതെ അതാ ഇത് ആരെ പോലെ ഇരിക്കുന്നത്? ആനെ പോലെ ഇരിക്കുന്നത് ഹിപ്പോപ്പൊട്ടാമസ്. അത് പെരിച്ചാഴിയാണോ അതോ മരം കൊത്തിയാ? ഏതാ അത്? ഊള മഞ്ഞ വെള്ളത്തിൽ. ഒരു ജിറാഫ്. അഥവാ നമ്മളെ കിളിക്ക് വല്ല പ്രശ്നം വന്ന് നമ്മളെ കിളി കേടായിരുന്നു, നമുക്ക് ഈ കിളിയിൽ കയറി നമുക്ക് രക്ഷപ്പെടാതാണ്. റിംബൂച്ചന്റെ കുട്ടിയെ പോലെ ഉണ്ടല്ലേ? രംബൂച്ച, ഞങ്ങൾ പറയുന്ന സമയത്ത് ഇനി താഴെ ഇറങ്ങി പറഞ്ഞ കേട്ടാ. ഓക്കെ ശരി ശരി. തൊട്ട് തൊഴുതേ. രംബൂച്ച രംബൂച്ച ഹോയ് രംബൂച്ച ഹോയ്. എന്റെ വാലിനെ നന്നാക്കാൻ ഞാൻ ഇനി വർഷാപ്പിൽ പോണ്ടടി. വാല് ചവിട്ടി ഇല്ലാതാക്കി. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. എവിടെ ഫിക്സ് ചെയ്യും? എന്റെ വേദന എടുക്കണ എനിക്ക്. എവിടെ വെൽഡ് ചെയ്ത് വെക്കുവാണെന്ന് തോന്നുന്നു വാല്. പക്ഷെ വേറൊരു കാര്യം നോക്ക്, എന്താ അറിയാലേ, നമ്മളെ വാലിന് എന്തെങ്കിലും സംഭവിച്ചെന്നാലും ഈ വാല് പോയിരുന്നാലും ഈ വാല് ചാർജ് ചെയ്യാമല്ലോ. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാമല്ലോ. വാ തുറക്കാത്ത ജീവികളാ. അല്ല, നിങ്ങൾ എന്താ തിരിച്ചു പോണേ? ഒരു ജീവി വാ തുറന്നു. നിങ്ങൾ ആരാ? ഞാൻ അവതാരം. ഞാൻ അവതാരണി. ഞാൻ അവതാരിക. നമ്മളെ കൂട്ടത്തിൽ കൂടാൻ കൊള്ളാല്ലേ? കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാം, പക്ഷെ നമ്മളെ പോലെ നീണ്ട മൂക്കും നീണ്ട ചെവിയല്ലല്ലോ ഇത്. നീണ്ട വാലും ഇല്ല. അയ്യോ, നീണ്ട വാലും നീല മൂക്കും നീണ്ട ചെവി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നാക്കിന് നല്ല നീളം. ചില സമയത്ത് നീണ്ടങ്ങ് പോകും, ഞങ്ങളെ പിടിച്ചെടുത്ത് കൊണ്ടുപോകും. അല്ല, നിങ്ങൾ ശരിക്കും എവിടുന്നാ വരണേ? ഞങ്ങളെ ഗ്രഹത്തിൽ നിന്ന് വരുന്നത്. അതെ, ഞങ്ങൾക്കൊരു ഗ്രഹമുണ്ട്, ആ ഗ്രഹത്തിൽ നിന്ന് വരെയാണ്. അത് നമ്മൾ ഒളിച്ചോടിയില്ലേ? അല്ല, നമ്മൾ യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാവിലെ യുദ്ധം ഉണ്ടായിരുന്നു. യുദ്ധം ഈ കാലത്തോ? അല്ല, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്ത് 3 നേരം യുദ്ധമുണ്ട്. അതെ. അങ്ങനെ ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് വന്ന സമയത്ത് സാറിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് പോയി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു ഇന്റർവെല്ലിന് വേണ്ടി ഇറങ്ങിയതാണ്. ടീം ബ്രേക്ക്. അങ്ങനെ വിശന്ന് അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല. അപ്പോ പുറത്ത് തിരക്കിയ സമയത്ത് ഇവിടെ നല്ല കിഴങ്ങുകളും അതേപോലെ നല്ല പഴങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അല്ല, നിങ്ങൾ ശരിക്കും ആരാ? നിങ്ങൾക്ക് എന്താ ജോലി അവിടെ? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയില്ലേ, കുടുംബശ്രീയിൽ അച്ചപ്പം കൊഴലപ്പം മുറുക്ക് പിന്നെ എണ്ണപ്പലഹാരം, അതെ അതെ, എണ്ണപ്പലഹാരം ഒക്കെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്നതാണ് ഞങ്ങളെ ജോലി. അവിടെ കുടുംബശ്രീ ഉണ്ടോ? ഇവിടെ അതിന്റെ പ്രസിഡന്റ് അല്ലായിരുന്നു, അവിടുന്ന് പൈസ അടിച്ച് മാറ്റി അവളെ പുറത്താക്കി. ഇപ്പൊ സേമിയ കച്ചവടം. അപ്പൊ ഞങ്ങൾ ഈ അച്ചപ്പം കൊഴലപ്പം ഇങ്ങനെ മുറുക്ക് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങള് നമ്മളെ കിളിയുടെ പേരെന്താടി? നമ്മളെ റംബൂച്ച, അവളാണ് പേരിട്ട. അത് അങ്ങനെ ഞങ്ങളെ റംബൂച്ചയിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. കിളി കൊണ്ട് കൊടുക്കും. കിളി കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മളെ റിമോട്ട് അടിച്ചാൽ കൊണ്ടുപോകും. ഞങ്ങളും കൂടെ പോകും. അല്ലടി? അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് കച്ചവടം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷം ഈ റംബൂച്ച ഞങ്ങള് ഊബർ ടാക്സിക്ക് കൊടുക്കും. ഊബർ ടാക്സി ഗൂഗിൾ മാപ്പ് അടിച്ച് കൊടുത്താൽ മതി, ആളിനെ കൊണ്ടാക്കിട്ട് തിരിച്ചു. അത് തന്നെ ഈ റംബൂച്ചാൻ. ഈ റംബൂച്ച. നിങ്ങൾ ഈ അവതാറാണെന്ന് എന്താ തെളിവ്? എന്താ നീയാണെന്ന് എന്താണ് തെളിവ്? എനിക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണെന്നെങ്കിൽ ആധാർ കാർഡ് ഉണ്ട്. ഞങ്ങൾക്ക് അവതാർ കാർഡുണ്ട്. ഒരു കാര്യം, അതെ അവതാർ ഒരു അവതാർ എന്ന് പറയുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഡൊമക്സ് മറ്റേ അതിലെ ജീവിയാണോ? അതെ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾ താമസിക്കുന്ന ആ ഒരു ഗ്രഹം, ആ ഗ്രഹത്തിലേക്ക് എന്നെ കൂടെ കൊണ്ടുപോകും. നിന്റെ ഗ്രഹം എവിടെയാണ്? ഭൂമി ആണോ? നമ്മളെ ഇയാളെ കൊണ്ടുപോയല്ലേ, നമ്മൾ എന്ത് പറയും? ശരിയാണില്ല. എന്നെ കൂടെ കൊണ്ടുപോകും. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെന്താ? ഈ ഞങ്ങളെ പോലെ അല്ല. ഞാൻ നിങ്ങളെ പോലാണ്. സത്യം പറയാൻ നിങ്ങളെ പോലാണ്. അതെങ്ങനെ അറിയാം? നമ്മളെ ആധാറിന്റെ ഫോട്ടോ എടുത്തില്ലേ, അടുത്ത് നോക്കിയപ്പോ ഇവരെ പോലെ തന്നെ ഇരിക്കും. അത് ശരി, അതെ, അവന്റെ ഫോട്ടോ ഇല്ല, അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു കാര്യം, ഞാൻ കൂടെ വരാന്ന അവിടെ വന്ന് തമാശയൊക്കെ പറയാന്നേ. ഇല്ല ഇല്ല ഇല്ല, അവിടെ വന്ന് നിന്റെ അളിഞ്ഞ കോമഡി നടക്കില്ല. അവിടെ കംപ്ലീറ്റ് എല്ലാം ഫ്രഷ്. അഥവാ നീ അവിടെ അവസാനം അവിടെ വന്ന് നിന്റെ ചീഞ്ഞ കോമഡി അടിക്കും. എന്റെ റംബൂച്ചയ്ക്ക് ഒരു നേരത്തെ ആകാരം. അപ്പൊ അവിടെ രക്ഷയില്ല. ഇല്ല ഇല്ല, നിന്നെ വവ്വാല് കൊത്തും പോലെ കൊത്തി പഠിക്കാതെ.
അതിന്റെ ഫുഡാണ് ഈ നിൽക്കുന്നത് തരുന്നേ. ഞാൻ ചോദിച്ചോട്ടെ, ഭയങ്കര മേഡ് ഫോർ ഈച്ച് അതേഴ്സ് ലവ് മാരേജ് ആയിരുന്നു, പ്രണയ വിവാഹമായിരുന്നു? അത് പറയുമ്പോ എനിക്കൊരു നാണം. നാണം വരും അല്ലേ? അതൊരു കഥയാണ്. കേക്കട്ടെ. ഞാൻ എന്റെ റംബോച്ചയുടെ പുറത്ത് ഞാൻ ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്ന സമയത്ത് എതിരെ ഇവളിങ്ങനെ കുടവും കൊണ്ട് വേറൊരു കിളിയിൽ ഇങ്ങനെ എതിരെ ഇങ്ങനെ വരുന്നു. കുടവും കൊണ്ട് വെള്ളം കോരെ. നിങ്ങളവിടെ കിണറൊന്നുമില്ലേ? അവിടെ ആകെ ഒരു പഞ്ചായത്ത് കിണറേ ഉള്ളൂ. എല്ലാരും അവിടെ നിന്നാണ് വെള്ളം കോരുന്നത്. അപ്പൊ എവള് വെള്ളം കോരാൻ വേണ്ടി ദൂരെ അല്ലടി, ദൂരെ അവിടെ പൈപ്പിന്റെ ഒട്ടി വന്നായിരിക്കില്ലേ? പൈപ്പിന്റെ ഒട്ടി അവൾക്ക് കുഴൽക്കിണറിൽ ഇങ്ങനെ ഇതാണ് അല്ലടി. അന്ന് അടിച്ചാൽ കുഴൽക്കിണർ അടിച്ചാൽ 10-24 വയസ്സുണ്ട് കാണിക്കണേണ്ട. ഇവിടെ ചെന്നാലും എന്നെ ഇങ്ങനെ നാണം കെടുത്താൻ. എന്നിട്ട് കുടം കൊണ്ട് പോയിട്ട് കുടം കൊണ്ട് പോയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കോരും. അവിടെ എങ്കിലും വെള്ളമൊന്നും ഇല്ലല്ലോ. അല്ലെ ഈ പക്ഷിയുടെ പുറത്താണോ എപ്പോഴും യാത്ര? അവിടെയൊക്കെ പക്ഷിയുടെ പുറത്താണ് എപ്പോഴും യാത്ര. ഞങ്ങളുടെ ലോകത്ത് അങ്ങനെയുള്ള പക്ഷിയുടെ പുറത്തല്ലേ യാത്ര ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാറും ബൈക്കൊക്കെയാ. കാറും ബൈക്കും ബസ്സും ലോറിയൊക്കെ നമ്മളവിടെ. ഒരു കാര്യമുണ്ട്, ഈ കാറും ബൈക്കും വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണം, ടാക്സി കൊടുക്കണം, ഇൻഷുറൻസ്, പിന്നെ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്. ഞങ്ങളെ കിളിക്ക് ഒന്നും വേണ്ട, ഒരു സംഭവം വേണ്ട. വല്ലപ്പരിക്കും ഒരല്പം കാടി അല്ലടാ, കാടിയൊക്കെ കലക്ക് ജ്യൂസ് കുടിക്കും പോലെ കുടിക്കണ കള്ള. ഇത് അവസാനം നമുക്ക് വിശക്കുന്ന സമയത്ത് ഈ ദാണ്ടെ ഇതില്ലേ ഞങ്ങളെ കാണപ്പെട്ട ദൈവമുണ്ട്, ഞങ്ങളുടെ കൂടപ്പുറപ്പ് പോലെ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ റംബോച്ചയെ ഞങ്ങൾ എന്താ അറിയാമോ കൊണ്ടൊരു സ്ഥലത്തങ്ങ് ഇരുത്തിയിട്ട് ഞങ്ങൾ നേരെ പോയി ചുള്ളി ഓടിച്ചോണ്ട് വരും. ചുള്ളി ഓടിച്ചോണ്ട് വന്നിട്ട് കത്തിക്കും. എവളാണ് കത്തിക്കുന്നത്. അങ്ങനെ എവള് കത്തിക്കും. കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ റംബോച്ച എടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് എവള് കൊണ്ടുവന്നൊരു കമ്പ് കൊണ്ടുവന്ന് റംബോച്ച ഇങ്ങനെ കത്തിക്കണം. ശൂലം പോലെ ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ തീ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങനെ സീറ്റടി മെഷീൻ കറക്കും പോലെ ഇങ്ങനെ കറക്കി ഒരു പരുവാവും. അവസാനം ഇത്രയുള്ള കിളി ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഇത്രയാവും. അവസാനം ഞങ്ങൾക്ക് തിന്നാൻ കിട്ടില്ല, ചില സമയത്ത് പല്ലി പോലും ഒട്ടാൻ കിട്ടില്ല. അത്ര സ്നേഹമുള്ളതാണ്. അത്ര അപ്പൊ ഇതിനെ അതേ അങ്ങനെ കൊല്ലാന്നിട്ട് വെച്ച അങ്ങനെ എത്ര വെച്ചാലും ഞാൻ അങ്ങനെ ഇതിനെ ഞാൻ തിന്നില്ല. അത്ര സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതല്ല, ഈ വരുന്ന ഈശ്വരന് ഞാൻ വെച്ചേക്കല്ലേ, അന്ന് സൂപ്പിട്ട് ഞങ്ങളൊരു കുടിക്കും. എനിക്ക് തലയാ കിട്ടണേ. തലയാണ് വേണ്ടത്. അല്ല, നിങ്ങളുടെ പ്രണയത്തിന്റെ കഥ പറഞ്ഞില്ലല്ലോ. ആ പ്രണയത്തിന്റെ കഥ അത് പറഞ്ഞു വന്ന സമയത്ത് ഞങ്ങൾ വേറെ ചില വീട്ടിലേക്കായി. അങ്ങനെ എനിക്ക് ഇവിടെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഒക്കെ ഉണ്ട്. എന്താന്നറിയാം, ഇവിടെ ഈ നീണ്ട ചെവിയും ഈ ജെംസ് കൊടുത്തോലുള്ള മുടിയും ഈ മഞ്ഞ പല്ലും ഈ പറഞ്ഞാ കേൾക്കാത്ത അനുസരണക്കേടും ഈ നീണ്ട വാലും ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോഴ് ഇവള് നാണം കൊണ്ട് ഈ വാല് കൊണ്ടൊരു കളം വരച്ചെന്ന് വരച്ചടി. പക്ഷെ ഞാനേ നാണം കൊണ്ടല്ല കളം വരച്ചത്. അന്ന് എന്റെ വാലിന് തുമ്പത്ത് ഉറുമ്പ് അടിച്ചു, അത് ഞാൻ തറയിലിട്ട് ചൊറിഞ്ഞതാ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ വാലും ഇങ്ങനെ തമ്മിലിടങ്ങി. നിങ്ങൾ കേട്ടിട്ടില്ലേ? വാലും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. കണ്ണും അല്ലേ, വാലും അല്ലല്ലോ. ഞങ്ങളെ ലോകത്ത് എപ്പോഴും വാലും ആണ്. കൂടെ നിറഞ്ഞ ഓരോ സമ്പത്ത് ഓരോ കരാർ അതല്ലേ, ഇതങ്ങനല്ല. നമ്മൾ തിരിഞ്ഞിന്ന് വാലിങ്ങനെ എടുത്ത് അവിടെ ഈ മന്ത്രിസഭയുണ്ട്, പിന്നെ അവിടെ ഉച്ചകോടിയുണ്ട്, അതിനൊക്കെ ഈ വാലാണ് ഞങ്ങൾ പ്രധാനം. അങ്ങനെ പിന്നെ ഇവളെ അച്ഛൻ വന്ന് കണ്ട് ഞങ്ങളെ വാലും ഇങ്ങനെ പിടിച്ചിങ്ങനെ കൂട്ടി യോജിച്ചെന്ന്. വാലും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ യോജിച്ചു. അതായത് കല്യാണം. പിന്നെ ഞങ്ങൾക്ക് അനുരാഗത്തിന്റെ നാളുകളായി. చూసి చూడంగానే నచ్చేసావే, అడిగి అడగకుండా వచ్చేసావే నా మనసులోకి. హో అందంగా దూకి దూరం గుంటూ ఏం చేసావే,
దారం కట్టి గుండె ఎగరేసావే ఓ చూపుతోటి హో ఓ నవ్వుతోటి తొలిసారిగా నా లోపల ఏమయ్యిందో తెలిసేదేలా నా చిలిపి ఎల్లర్లు నా చిన్ని సరదాలు నీలోను చూశానులే నీ వంక చూస్తుంటే అద్దంలో నన్నేను చూస్తున్నట్టే ఉందిలే హో చిత్రాలు ఒక్కోటి చూస్తూ ఉంటే ఈ జన్మకి ఇది చాలు అనిపిస్తోంది నువ్వు నా కంట పడకుండా నా వెంట పడకుండా ఇన్నాళ్ళెక్కడ ఉన్నావే నీ కన్నుల్లో ఆనందం వస్తుందంటే నేనెన్నెన్నో యుద్ధాలు చేస్తానులే నీ చిరునవ్వుకై నేను గెలుపొంది వస్తాను హామీ ఇస్తున్నానులే ఒకటో ఎక్కం కూడా మరచిపోయేలాగా ఒకటే గుర్తొస్తావే నిన్ను చూడకుండా ఉండగలనా నా చిలిపి ఎల్లర్లు నా చిన్ని సరదాలు నీలోను చూశానులే నీ వంక చూస్తుంటే అద్దంలో నన్నేను చూస్తున్నట్టే ఉందిలే హో എങ്ങനെയുണ്ട് ഞങ്ങളെ പ്രണയകഥ? ഷാജഹാനും മുംതാസും നളനും ദമയന്തിയും പോലെ തങ്കച്ചനും അനുവും പോലെ കീരിയും പാമ്പും പോലെ അടിപൊളി. കൈയടിക്കുന്ന ഞങ്ങൾ കൈയടിക്കില്ല, ഞങ്ങൾ വാലിട്ടേ അടിക്കുള്ളൂ. അതാ നിങ്ങൾ എന്തൊരു ഭാഗ്യവാന്മാരാണ്. ആ പക്ഷിയുടെ പുറത്ത് കയറി ഏതെല്ലാം രാജ്യത്ത് പോകാം, ഏതെല്ലാം കാഴ്ചകൾ കാണാം, ഏതെല്ലാം നിറങ്ങൾ കാണാം, പാസ്പോർട്ട് പോലും ഒന്ന് മടങ്ങനെ പറന്ന് നടക്കാം. ആ യാത്രക്കിടയിൽ അഥവാ ഒന്ന് പുറം ചൊറിഞ്ഞാൽ ഈ വാലെടുത്ത് ചൊറിയുകയും ചെയ്യാം. ഒരു തേങ്ങ പൊതിക്കണമെന്ന് വെച്ചാൽ ആ ചെവിയിൽ വെച്ച് പൊതിക്കുകയും ചെയ്യാം. മാത്രമല്ല എന്ത് കളറാണ് നിങ്ങൾക്ക്. കുളിക്കണമെങ്കിൽ ചകിരി പോലും വേണ്ട, ചില സോപ്പ് വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ ഓവർ ഹലോ ഓവർ 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 ഈക്ലിച്ചൻ ഓവർ ഓവർ പറയണ ഓവർ നീ കേൾക്കുന്നുണ്ടോ? ഓവർ കേൾക്കാം. ഓവർ മാലയിലാണോ മിണ്ടണേ? മാലയിൽ മിണ്ടിക്കൊണ്ടിരിക്കുക. അല്ല, ഇത് ഞങ്ങളെ ലോകത്ത് നിന്ന് വിളിച്ച ഞങ്ങൾക്ക് ഇതുവഴിയാണ് ഞങ്ങളെ സാറ്റലൈറ്റ് വിളിക്കുന്ന ആരാണ്? അത് ഞങ്ങള് ഹെഡ് മേശരി. ഹെഡ് മേശരി ഹെഡ് മേശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ രാജാവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞങ്ങൾ ഹെഡ് മേശരിക്ക് അവിടെ രാജാവിന് ഹെഡ് മേശരി എന്നാ പറയുന്നത്. ഓവർ ഓവർ ഹലോ ഈക്ലിച്ച പറയണം. യുദ്ധത്തിനിടയിൽ നീ ആ പേത്തല പിടിച്ച പെണ്ണനെ കൊണ്ട് എവിടെയാ പോയത്? ഞങ്ങള് യുദ്ധത്തിനിടയ്ക്ക് ഒന്ന് ഒരു കാലിക്കായ പിടിക്കാൻ പോയതാണ്. യുദ്ധത്തിന്റെ നിയമം ലംഘിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് നിനക്ക് പ്രവേശനമില്ല. അങ്ങനെ പറയല്ലേ, അവിടെ തന്നെ നിന്നോ, മേലെ ഇനി ഈ ഏരിയയിൽ വരരുത്. അയ്യോ അങ്ങനെ പറയല്ലേ ഹെഡ് മേശരി. വന്നാ നിന്നെ ചെവി അടിക്കാൻ ഓടിക്കും. അവിടെ നിന്നോ. അങ്ങനെ പറയരുത്. അയ്യോ അങ്ങനെ പറയല്ലേ ഹെഡ് മേശരി. ഹലോ ഹലോ ഇപ്പൊ എന്താ സംഭവം? തിരിച്ചു പോകാൻ പറ്റില്ല. ഇല്ല, ഇനി ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റൂല. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. റംബൂച്ചിന്റെ കാര്യം. അല്ല, റംബോച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് പോയാലേ റംബോച്ചിന് പോകാൻ പറ്റുള്ളൂ. ഇവിടെ കുടുങ്ങിപ്പോയി. ഇവിടെ യൂബറായിട്ട് ഓടത്ത്, യൂബർ ഓടുന്നില്ല ഇവിടെ. 10 രൂപ കിട്ടണ കാര്യം നമ്മൾ എന്ത് ചെയ്യും? എന്തിനു ചെയ്യേ? ഏതെങ്കിലും ഒന്ന് പെട്ടുപോയില്ലേ, അങ്ങോട്ട് കയറ്റയില്ല. അപ്പൊ ഇനിയുള്ള കാലം ഈ കിഴങ്ങുകളും ഈ പഴങ്ങളും ആ കാറ്റിൽ നിന്ന് ആ പഞ്ഞിമരത്തിന്റെ കീഴിൽ നമുക്കങ്ങ് കിടക്കാം. അവതാർ മൂവിയിൽ നമ്മൾ കാണാത്ത ഒരു ഏട് പുതിയ 2 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ ആ മൂവിയിൽ കാണാത്ത ഒരു അവതാരത്തിനെയും ഒരു അവതാരണിയെയും. പിന്നെ ഇവരുടെ കെമിസ്ട്രിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടത് കൊണ്ട് അവർ ഗംഭീരമായിട്ട് ഒരു വർക്ക്ഔട്ട് ചെയ്തു. വലിയൊരു കൈഡി. 3 മണിക്കൂർ മേക്കപ്പ് ആയിരുന്നു ഇവരെ ആ ഒരു ലുക്സിലേക്ക്, ആ ഒരു ഏലിയൻ ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട്. 3 മണിക്കൂർ മേക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്കിറ്റ് കഴിഞ്ഞ ശേഷം
ഒരു കന്നാസ് മണ്ണായിട്ട് ഇവിടെ തോട്ടത്തോട്ട്. അല്ല അനുവിനെ അവതാറിലെ നടിയാക്കാൻ 3 മണിക്കൂർ, തിരിച്ച് അനുവാക്കാൻ 8 മണിക്കൂർ. വിസ്താര വിഷ്വൽ മാപ്പിങ്ങിൻ്റെ സാധ്യതകളെ പറ്റി അറിഞ്ഞപ്പോഴാണ് നമ്മൾ കോമഡിയിലേക്ക് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഇടയിൽ വന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത ഒരു ഫാൻറ്റസി വേൾഡായിരുന്നു ഈ അവതാളം 2. അവതാർ എന്ന ഫിലിം എല്ലാവരും കണ്ടിരിക്കും. അതിനോട് ഒരു നീതി പുലർത്തിക്കൊണ്ട് ഇതെങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അവതാളം 2 പിറവിയെടുക്കുന്നത്. ഇതിന്റെ ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ ആർട്ട് ടീം, 12K വിസ്താര ടീം, സ്ക്രിപ്റ്റ് ടീം ഇവരായിട്ട് ജോയിന്റ് വെഞ്ചറിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു പ്ലാനിങ്ങിൽ എത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഭീകര സപ്പോർട്ട് തന്നെ വിഷ്വൽ മാപ്പിംഗിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിരുന്നു. കളർ ടോണുകളെല്ലാം ചൂസ് ചെയ്തത് ആർട്ട് ടീമായിരുന്നു. ഗോപനും അജിയും മിഥിലാജ് അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഇതിനകത്ത് പ്രത്യേക രീതിയിൽ ഒരു എഫർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല DOP സുനിൽ ചോവര, എസ്പെഷ്യലി ലൈറ്റിംഗ്, മൂഡ് ലൈറ്റാണ് നമ്മൾ ഇതിന് കൂടുതൽ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം കണ്ടിരുന്നത് ശരിക്കും ഹാർട്ട് സെറ്റും LED-യും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ഷൂട്ടിംഗ് ഫ്ലോറുകളാണ്. നമ്മൾ ശരിക്കും ആദ്യമായിട്ട് മൾട്ടിക്യാം പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി LED സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നത്. 12K റെസൊല്യൂഷനിലാണ് നമ്മളിതിനെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഷോ ഡയറക്ടർ അനൂപ് നമ്മുടെ അടുത്ത് ഇങ്ങനെ അവതാർ എന്ന് പറയുന്ന ഒരു സ്കിറ്റ് ലൈക്ക് അങ്ങനെ ഒരു പാറ്റേൺ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു വേൾഡ് വേണം, ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് നമുക്ക് പോസിബിൾ ആണ്. ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഒരു സ്കിറ്റ് അല്ലെങ്കിൽ ഒരു കോമഡി കാണിക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ബ്യൂട്ടിഫുള്ളി വിഷ്വലൈസ് ചെയ്യാം എന്നുകൂടി അനൂപ് ചിന്തിച്ചിരുന്നു. ആ ചിന്തയുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഈ അവതാർ എന്ന് പറയുന്ന സ്കിറ്റിൻ്റെ ഒരു വേഷം നമ്മൾ ചെയ്യുന്നത്. അനുവേട്ടൻ പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ക്രൂവിലുള്ള ആർട്ടിലെ ക്രൂവിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ച് ഒരു ലേഔട്ട് ഞങ്ങൾ തയ്യാറാക്കി. അത് അനുവേട്ടന് പ്രസന്റ് ചെയ്യുകയും അനുവേട്ടന് ഓക്കെ എന്ന രീതിയിലേക്ക് സംസാരിക്കുകയും ചെയ്തു. അനൂപ് ഇത് പറയുന്ന സമയത്ത് നമുക്ക് അവതാർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ചെയ്യണം. ശരിക്കും നമ്മുടെ മുന്നിൽ അവതാർ എന്ന് പറയുന്ന വലിയൊരു സിനിമയുടെ റെഫറൻസുകൾ കിടപ്പുണ്ട്. അപ്പം അതിലുള്ള സംഗതികൾ തന്നെ നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിന്റെ വേൾഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. കൊണ്ടുവരുന്ന സമയത്ത് അതേ അവിടുത്തെ ഓരോ എലിമെന്റുകളും എടുത്ത് പ്ലേസ് ചെയ്യുക, അതിന്റെ അലൈൻമെന്റ് ശരിയാക്കുക, അതിന്റെ പൊസിഷനിങ്, അതിനകത്തിലേക്ക് വരുന്ന എലമെന്റുകൾ. ഇതൊരു നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇതിനകത്ത് ആർട്ട് എന്ന് പറയുന്ന ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരോട് നമ്മൾ സംസാരിച്ചു. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത്. അവർ നമ്മുടെ അടുത്ത് വന്ന് കാണുകയും അതിൻ്റെ റെഫറൻസുകൾ എടുക്കുകയും നമ്മളോട് ഡിസ്കഷൻ ചെയ്യുകയും അതിന് ശേഷം ആണ് അവർ ഇതിനകത്തിലേക്ക് അപ്ലൈ ചെയ്തത്. നമ്മൾ 12K വിസ്താര ടീമുമായിട്ട് നമ്മളിത് സംസാരിച്ചു. അവരെ ബാക്ക് ഡ്രോപ്പും സാധനത്തെ പറ്റി അവർ നമ്മളായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തു. DOP സുനിലേട്ടനായിട്ട് സംസാരിച്ചു. ഇതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. എങ്ങനെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് എങ്ങനെ ഇത്ര പ്രോപ്പർട്ടി സാധനങ്ങൾ എങ്ങനെ ഫ്ലോർ കയറ്റാം എന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ചിന്തിച്ചത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിൽ വർക്ക് ചെയ്യണത് ഞങ്ങൾ 8 പേരാണുള്ള ആർട്ടിൽ വർക്ക് ചെയ്യണത്. അവർ ഒത്തൊരുമിച്ച് നിന്ന് ഒരു നൈറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലുപരി നമ്മൾ ചെയ്ത് നമ്മൾ ഫ്ലോറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. ഇത് ആദ്യം ശരിക്കും നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് ഇത് ചെയ്യാൻ ഭയങ്കര കൗതുകമായിരുന്നു. ഇത് എങ്ങനെ നമുക്ക് ഇതിനകത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നത്. നമ്മൾ റെഫറൻസുകൾ എടുക്കുക. നമുക്കിവിടെ വലിയൊരു ടീമുണ്ട്. നമുക്കൊരു 5 or 6 വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അജിയാണ് അതിൻ്റെ മേലിൽ ഇവിടുത്തെ എക്സിക്യൂഷൻ ക്രിയേറ്റീവ് സാധനങ്ങളെല്ലാം നോക്കുന്നത്.
പിന്നെ യദു ഗ്രാഫിക് ആർട്ടിസ്റ്റ്, ഉമേഷ് ഉണ്ട്, ശരത് ഉണ്ട് വിഷ്വൽ പ്രൊഡ്യൂസറാണ്, പിന്നെ ശ്രീരാഗ് എഡിറ്ററാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരും കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് ശരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഒരാൾ മാത്രം ചെയ്തിട്ട് നമുക്ക് അതിനകത്തിലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. 12K പോകുന്ന ഓരോ എലമെൻറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എലമെൻറ്റുകളാണ്. നമ്മൾ ഓരോ ഇമേജും ഓരോ 3D ചെയ്യുന്ന എലമെൻറ്റുകളും ഓരോ മൂവ്മെൻറ്റുകളും ഉൾപ്പെടെ എല്ലാം നമ്മൾ 12K തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തിലുണ്ടാകുന്ന ഒരു വർക്കിൻ്റെ ഒരു ലോഡും സ്ട്രെയിനും എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോലും വളരെ ക്ലെവറായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അത് പാളിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത്രയും നമ്മൾ എല്ലാവരും സീരിയസ് ആയിട്ട് അത്രയും കീനായിട്ടും നോക്കി ഓരോ പ്രിസൈസായിട്ട് ഓരോ എലമെൻറ്റുകളിലും ശ്രദ്ധിച്ചതിന് ശേഷമാണ് അത്രയും ഭംഗി വരുന്നത്. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കച്ചനും അനുവിന്റെ പെർഫോമൻസ്. അവർ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഇത്രയും ഹിറ്റായ ഒരു ഫിലിമിൽ 2 ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യുന്നു, അതിന് അവരെടുത്ത എഫേർട്ട്. മേക്കപ്പിന് തന്നെ ഏകദേശം ഒരു 3 മണിക്കൂറോളം മേക്കപ്പിന് വേണ്ടി ചെലവഴിച്ചിട്ടാണ് ആ ഫ്ലോറിലേക്ക് കയറുന്നത് തന്നെ. കാരണം ബോഡി, ഹെയർ എല്ലാം ആ ഒരു കളർ ടോണിൽ കൊണ്ടുവരുന്നതിന് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് ചിത്രീകരിക്കാൻ തന്നെ ഏകദേശം 6 മണിക്കൂറോളം എഫേർട്ട് എടുത്തിട്ടാണ് 15 മിനിറ്റുള്ള ഒരു കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ. ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ്യൂം, മേക്കപ്പ് എല്ലാം ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം അതിന് മാച്ചിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇത് എങ്ങനെ ഈ വിഷ്വൽ ടോണിലേക്ക് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ചിങ്. ഇതിന്റെ തോട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയുള്ള നമുക്കുള്ള വെല്ലുവിളിയായിരുന്നു ഈ ഒരു ഹോളിവുഡ് ഫിലിം എങ്ങനെ ഒരു മലയാളി നേച്ചറിലേക്ക്, മലയാളി കൾച്ചറിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. ആ ഒരു ലാംഗ്വേജ് എങ്ങനെ ഇതിനകത്ത് അഡാപ്റ്റ് ചെയ്യും. അതിന് സ്ക്രിപ്റ്റ് ടീം നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അഖിൽ കവലയൂർ, മധു കലാഭവൻ, മുരളി ഗിന്നസ് ഇവരെല്ലാം ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ബാക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഇതൊരു ടീം വർക്കായിരുന്നു. ഈ അവതാർ എന്ന് പറയുന്ന ഒരു സിനിമ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നമ്മളെല്ലാം മെസ്മറൈസ് ആക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സാധനം നമുക്കെന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ ചെയ്യാം, സ്കിറ്റ് ആണെങ്കിൽ പോലും രസകരമായിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു വർക്കിൻ്റെ റിസൾട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ വെഞ്ചറാണ്. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. നമുക്ക് ഇനിയും പുതിയ ഇതുപോലെയുള്ള വിഷ്വൽ മാജിക്കുകൾ ഇതിനകത്ത് സ്റ്റാർ മാജിക്കിൽ കൊണ്ടുവരാൻ പറ്റുന്നു ഉറപ്പായ വിശ്വാസമുണ്ട്.